ബിരിയാണി കഴിച്ച ഗ്ലാമർ വെക്കുന്ന പറഞ്ഞിട്ടുണ്ടോ? തമാശക്ക് പറയണതല്ല, സീരിയസ് ആയിട്ടാ. ഒരു മിനിറ്റ്, കുറെ നേരം മണം പിടിച്ചിട്ട് കൊതി സഹിക്കാൻ വയ്യ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി, മറ്റെവിടെയല്ല, എൻ്റെ നാടായ മാളയിലാണ്. അപ്പോൾ അൽമൈദ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അൽമൈദയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റോബോട്ടിക് ബിരിയാണി. നമ്മൾ ഒരുപാട് ബിരിയാണികൾ കണ്ടിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണി, എന്താ പറയുക, തലശ്ശേരി സ്പെഷ്യൽ ബിരിയാണി, മാഞ്ഞാലി ബിരിയാണി, ദം ബിരിയാണി, ഒരുപാട് ബിരിയാണീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അൽമൈദ സ്പെഷ്യൽ ബിരിയാണീസ്, ഈ കാണുന്നതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിരിയാണീസാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് റോബോട്ട്, അതായത് മെഷീനിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ബിരിയാണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അൽമൈദ സ്പെഷ്യൽ വെജ് ബിരിയാണി ഉണ്ട്, അതുപോലെ മട്ടൻ മുഗളായി ബിരിയാണി, അതുപോലെ സ്പെഷ്യൽ ഇത് എന്താണ്, ഇത് നമ്മുടെ ജുഗൽബന്ദി, ജുഗൽബന്ദി ചിക്കൻ ജുഗൽബന്ദി, നമ്മുടെ ബന്ദിക്കൊക്കെ പകരമായിട്ട് ബദലായിട്ട് നിൽക്കുന്ന സംഭവമാണ് അത്. അതുപോലെ അൽമൈദ ഫിഷ് ബിരിയാണി ഇവിടെ കാണാം, അൽമൈദ ഫിഷ് ബിരിയാണി, അതുപോലെ ഖുബൂലി മുസല്ലം, സാധാ നെയ്ച്ചോറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാരിസ് ഖാൻ എന്താ ഇത്രയും വലിയ തീറ്റപ്രേമിയാണ്, തീർച്ചയായിട്ടും എന്നെ കണ്ടാൽ തന്നെ അറിയാലോ. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ വന്നപ്പോൾ ഇവിടെ ഇവരുടെ പുതിയ ബ്രോഷറിന് മറ്റുമായിട്ടുള്ള ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം ഡിഷുകൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ രുചികളിലേക്ക് പോകാം. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യം കഴിക്കേണ്ടത്? അധികം സ്പൈസ് കുറഞ്ഞ, തീരെ സ്പൈസ് ഇല്ലാത്ത നമ്മുടെ ജുഗൽബന്ദി കഴിക്കാം. ജുഗൽബന്ദി ചിക്കൻ ജുഗൽബന്ദി എന്നുള്ള പേര് തന്നെ ഉണ്ടല്ലോ. ഏകദേശം അൽഫാം ചിക്കൻ്റെ സെയിം ചിക്കനും മന്തി റൈസിൻ്റെ സെയിം റൈസും, ഇത് രണ്ടുമുള്ള കോമ്പിനേഷനാണ്. നമ്മൾ പലപ്പോഴും കുറച്ച് മതി, കാരണം എല്ലാ ഐറ്റങ്ങളും കഴിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ണിടല്ല കേട്ടോ, ഇത് ഇപ്പോൾ ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഇതിക്ക് മുമ്പ് നമ്മുടെ ഫുഡ് വീഡിയോസിനൊക്കെ നിങ്ങൾ തന്നെ സപ്പോർട്ട് വളരെ നന്ദി. കഴിഞ്ഞ ആഴ്ച എല്ലാ വീഡിയോ ചിക്കൻ നിങ്ങൾ കണ്ടതാണ്, അതിന് മുമ്പത്തെ വല്യമ്മാനോടൊപ്പമുള്ള ഞണ്ട് പരിപാടികളൊക്കെ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആത്മാർത്ഥപ്പെട്ട നന്ദി. അപ്പോൾ ചിക്കൻ ജുഗൽബന്ദി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. ചിക്കൻ ജുഗൽബന്ദി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നല്ല ചിക്കൻ പീസ് ഇങ്ങനെ മണക്കണം, അതിന് മുമ്പ് തന്നെ സ്മെല്ല് വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഈ സ്മെല്ല് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ വായിൽ വെള്ളം വരുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. പിന്നെ ഇതെന്താണ് അഷ്റഫ്? മുളക് ചട്നി. എരിവ് വേണ്ടവർക്ക് ഇത് കൂടെ കഴിക്കാം, മുളക് ചട്നി. നമ്മൾ പൊതുവെ മന്തി കഴിക്കുമ്പോൾ ചില ആളുകൾ മന്തി റൈസും അൽഫാമും കൂടി മിക്സ് ചെയ്ത് ആ ചിക്കനെ ഒരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി കോമ്പിനേഷൻ ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. മലയാളികൾ ഇഷ്ടപ്പെടുന്ന മന്തി ടേസ്റ്റാണ് ഇത്. മലയാളികൾ ഇഷ്ടപ്പെടുന്ന മന്തി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജുഗൽബന്ദിയുടെ രുചി ആദ്യം തന്നെ നിങ്ങളോട് പങ്കുവെക്കാം. ജുഗൽബന്ദി എന്ന് പറഞ്ഞാൽ മന്തി സെയിം മന്തിനേക്കാൾ ഒരു പൊടിക്കും കൂടി രുചി കൂടുതലുണ്ട്. മന്തി നമ്മളെല്ലാവരും സാധാരണ കഴിക്കുന്നതാണ്. മന്തിനേക്കാളും ഒരു മന്തിക്ക് നമ്മളിപ്പോൾ ഒരു 100-ൽ 80 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ജുഗൽബന്ദിക്ക് അത് 95 മാർക്കായിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും 5 മാർക്ക് കുറവൊന്നും 5 മാർക്ക് കുറഞ്ഞിട്ടല്ല, ഞാനൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണത്. മന്തി ഇഷ്ടപ്പെടുന്നവരും 100% ജുഗൽബന്ദി ഇഷ്ടപ്പെടും. തന്നെയല്ല, ജുഗൽബന്ദി വൺസ് കഴിച്ചാൽ പിന്നെ നിങ്ങൾ മന്തിക്ക് പകരമായിട്ട് ജുഗൽബന്ദി ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഐറ്റം ഉണ്ടെന്ന് അശോക് കുറേ ഉണ്ടല്ലോ. ഇനി അടുത്തത് എവിടെ പോയാലും എപ്പോഴും കിട്ടാത്തൊരു ഐറ്റം ആയിരിക്കും ബീഫ് ബിരിയാണി. കേരളത്തിൽ വെളിയിൽ പോയാൽ ബീഫ് ബിരിയാണി, കുറച്ച് ബീഫ് ബിരിയാണി, അൽമൈദ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണി കുറച്ച് കഴിക്കും. അപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണിയുടെ ബീഫ് ദം, അൽമൈദ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് നോക്കാം. ഒന്നും പറയാനില്ല, എപ്പോഴും കമൻറ്റ് വേണമെന്നുണ്ട് ആരിസ്ക്ക് എല്ലാത്തിനും സൂപ്പറിൻ്റെ അപ്പുറം പറയാനായിട്ട് വേറെ വാക്കില്ല. അപ്പോൾ പിന്നെ എന്താ പറയാം, നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ബീഫൊക്കെ ശരിക്കും സ്പോഞ്ച് പോലെ ഇരിക്കണം, അത്രയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. മെഷീനിൽ ദം ചെയ്തെടുക്കുന്നത്, മാരിനേറ്റ് ചെയ്ത് മെഷീനിൽ ദം ചെയ്യണതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റാണ്. കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ട്രഡീഷണൽ കഴിച്ച് പോകുന്നതിൽ നിന്ന്
മെഷീനിലേക്കൊക്കെ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ബിരിയാണിയിൽ ഓരോ ഘട്ടത്തിലും. നിങ്ങൾക്ക് ഫസ്റ്റ് ബൈറ്റ് തുടങ്ങിയിട്ട് ആ റോബോട്ടിക് ബിരിയാണി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. റോബോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്ഷൻ. എന്താണ് പ്രോഗ്രാം ചെയ്യണത് അതാണത്. അപ്പോൾ ഇത് ഏറ്റവും സൂപ്പർ ഫൈൻ ട്യൂണാണ്. ആ ട്യൂൺ പ്രകാരം ഓൾവേസ് എപ്പോൾ കഴിച്ചാലും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണിയിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. പ്ലേറ്റ് മാറ്റണം വേണ്ടല്ലോ, പ്ലേറ്റ് ഇത് മതി. സ്പെഷ്യാലിറ്റി എന്താണ് ഇനി നമ്മൾ സ്പെഷ്യാലിറ്റി? മുഗളായി മട്ടൻ ബിരിയാണി ഉണ്ട്. അതായത് ഹൈദരാബാദി സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്ന മട്ടൻ ബിരിയാണിയാണ്. അത് നീണ്ട റൈസാണ്. ഇത് കുറച്ച് സ്പൈസിയാണ് എങ്കിലും സാധാരണ ഹൈദരാബാദി ട്രഡീഷണൽ ഹൈദരാബാദിൽ അത്രയും സ്പൈസി അല്ല. മുഗളായും അൽമൈദ ഫുഡുകളിലൊക്കെ പ്രത്യേകത നമ്മൾ ഏത് ബിരിയാണി കഴിച്ചാലും 2.5 മണിക്കൂറിനുള്ളിൽ ഡൈജഷൻ ആവും. സാധാരണ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകൾ. വേറൊരു ബിരിയാണി കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ രാത്രി ബിരിയാണി കഴിക്കാൻ കഴിയില്ല. പക്ഷെ അൽമൈദ ബിരിയാണി നിങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചാൽ ഒരു 5 മണിയാകുമ്പോൾ കഴിക്കാം. സാധാരണ നമ്മുടെ ചെറിയ അരിയുടെ ബിരിയാണി വെച്ചിട്ട് നീളമുള്ള അരി കുറച്ചും കൂടി 1/2 മണിക്കൂറിനുണ്ടെങ്കിൽ കൂടുതൽ ഡൈജഷൻ ടൈം എടുക്കുമെങ്കിലും സാധാരണ ഹൈദരാബാദി ബിരിയാണി അത്രയ്ക്ക് ഓവർ സ്പൈസി അല്ല. ഇതിന്റെ റൈസിന് നീളം കൂടുതലുണ്ട്. അത് നേരത്തെ നമ്മൾ ഉപയോഗിച്ച ജുഗൽബന്ദിയിൽ വരുന്ന സെയിം റൈസാണ് ഇതിലും വരുന്നത്. ജുഗൽബന്ദിയിൽ വരുന്ന സെയിം റൈസിലാണ് ബോയിൽഡ് ബസ്മതി റൈസാണ് അതിൽ വരുന്നത്. അതെ, ജുഗൽബന്ദിയിൽ വരുന്ന സെയിം ബോയിൽഡ് ബസ്മതി റൈസാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. സാധാരണ ഇതിൽ ഹോട്ടലുകളിലൊക്കെ നമ്മൾ കാണുന്നത് ചിക്കനും മട്ടനും പ്രോൺസും ഫിഷൊക്കെ ഉണ്ടായിരിക്കും. അത് റൈസ് വൺസ് ദം അടിച്ച് വെച്ചിട്ടുണ്ടാവും, എല്ലാ മസാലകളും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഏത് പറഞ്ഞിരുന്നാലും ആ റൈസിലേക്ക് ആ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണെങ്കിൽ ഇവിടെ ഓരോ ഡിഷിനും പ്രത്യേകം അരികളും മസാലകളും അതിൻ്റെ സെറ്റിങ്സിനും വ്യത്യാസമുണ്ട്. മാരിനേഷൻ സെറ്റിങ്സ് എല്ലാത്തിനും. അല്ലാതെ കുറച്ച് റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ട് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ രുചിയിലും അത് ശരിക്കും അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ രുചികൾ നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോഴും നിങ്ങൾക്കും കൃത്യമായിട്ടത് മനസ്സിലാക്കി തരുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം കഴിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. വ്യത്യസ്തങ്ങളായിട്ടുള്ള റൈസും വ്യത്യസ്തങ്ങളായിട്ടുള്ള മസാല ഓരോ സ്പൂണിലും ഇത് ഓരോ ഐറ്റംസ് മാറുമ്പോഴും അതിൻ്റെ സ്മെല്ലിലും രുചിയിലൊക്കെ വ്യത്യാസം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഗളായി ഒന്നും പറയാനില്ല. കുറച്ച് പുളിയൊക്കെ ഉണ്ടാവും. പുളിയുണ്ട്, സ്പൈസിയാണ്. ഒരാൾക്ക് ഓയിലി ഒത്തിരി ഓയിലും ഉണ്ട്. ഒത്തിരി ഓയിലും കൂടിയാണ്. നമ്മൾ ട്രഡീഷണൽ നമ്മളെടുത്ത ബിരിയാണിനേക്കാളും ഹൈദരാബാദി ആയതുകൊണ്ട് കുറച്ചുകൂടി ഓയിലി. മട്ടൻ്റെ രുചി പറയാം, സോഫ്റ്റ് ആയിരിക്കും. മട്ടനൊക്കെ നേരത്തെ പറഞ്ഞ പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല രുചിയുണ്ട്. ഓക്കെ, ഹാരിസ് ആ പ്ലേറ്റ് ഒന്ന് മാറ്റി പ്ലേറ്റ് കൊടുക്കും, എല്ലാം കൂടി മിക്സ് ആയി പോകും. അപ്പോൾ ഈ പ്ലേറ്റ് തൽക്കാലം സൈഡ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. ഇനി അടുത്തത് കുബൂലി മുസല്ലം. ഇത് അൽമായദയുടെ ഓൺ ഐറ്റമാണ്. നമ്മളെ കുബൂലി മുസല്ലം സ്റ്റാർ ഐറ്റമാണത്. ഏറ്റവും അൽമായദയുടെ ഏറ്റവും വില കൂടിയ ബിരിയാണിയാണത്. ഇതിൽ കാശ്മീരി കുങ്കുമപ്പൂവ് ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂവ് ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ മട്ടൺ മാത്രമല്ല ചനാദാൾ ഉണ്ടായിരുന്നു. ബിരിയാണി കഴിച്ച ഗ്ലാമർ വെക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ? തമാശക്ക് പറയണതല്ല, സീരിയസ് ആയിട്ടാ. ഒരു പക്ഷേ സാധാരണ ആൾക്കാർ ഗർഭിണികൾക്കൊക്കെ കുങ്കുമപ്പൂ കൊടുക്കും. എന്തിനാ? കുട്ടികൾക്ക് നിറം വെക്കാൻ വേണ്ടി. അതൊക്കെ മതി കുറേ കഴിയും. അപ്പോൾ കുങ്കുമപ്പൂ കഴിച്ച് നിറം വെക്കുന്നുണ്ടെങ്കിൽ അൽമൈദ ബിരിയാണി കഴിച്ചാലും ഗ്ലാമർ വെക്കാം. തമാശക്ക് പറഞ്ഞതാണെങ്കിലും കുബൂലി മുസലത്തിൽ അൽമൈദയിലെ കുബൂലി മുസലം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ, കാശ്മീരി കുങ്കുമപ്പൂ കിട്ടതാണ്. അപ്പോൾ ഗർഭിണികളൊക്കെ ഈ മാള വഴിക്ക് പോകുന്നുണ്ടെങ്കിലും അത്താണി വഴിക്ക് പോകണമെങ്കിൽ അൽമൈദയുടെ ഔട്ട്ലെറ്റുകൾ കയറിയിട്ട് കുബൂലി മുസലം പ്രത്യേകം മേടിച്ച് കഴിക്കാം. തമാശക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ കുബൂലി മുസലത്തിൻ്റെ ടേസ്റ്റ് പറയാം. നമ്മൾ നേരത്തെ കഴിച്ച മുഗളായി മട്ടൺ ബിരിയാണിയിൽ ബസ്മതി റൈസ് തന്നെയാണ്, പക്ഷേ അത് ബോയിൽഡ് ബസ്മതി റൈസാണ്. ഓക്കെ, ഇത് റോ ബസ്മതി റൈസാണ്, പച്ച ബസ്മതി റൈസാണ്. അരി അതിനേക്കാളും കുറച്ച് റഫാണ്, പക്ഷെ അതിന് കൂടുതൽ സമയം നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഹൈദരാബാദിൽ ഒരു കുബൂലി ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി. അതായത് അത് അധികം ചനാദാലാണ് അത് ചെയ്യുന്നത്, വെജിറ്റേറിയൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചനാദാൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളത് ചനാദാലിൻ്റെ ഒപ്പം തന്നെ മട്ടൻ്റെ കൂടെ കുറച്ച് ചനാദാൽ ഉപയോഗിക്കുന്ന രീതി. ആ ഒരു ഇതൊക്കെ വളരെ പോഷക സമ്പുഷ്ടമാണ്. അപ്പോൾ നേരത്തെ ഹാരിസ് പറഞ്ഞു കുങ്കുമപ്പൂ ചേർക്കുന്നതുകൊണ്ട് ഗർഭിണികൾ കഴിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതിനകത്ത് ചനാദാൽ, കടലപ്പരിപ്പ് വരുന്നുണ്ട്. അതുപോലെ കുങ്കുമപ്പൂവിൻ്റെ കുങ്കുമപ്പൂവ് നമ്മൾ ചേർക്കുന്നുണ്ട് അതിനകത്ത്. അതുപോലെ മറ്റ് ബിരിയാണിനെ ഉള്ളതിനേക്കാൾ കൂടുതൽ ലൈം ജ്യൂസ് ഇതിനകത്ത് കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. ലൈം ജ്യൂസ് ഇതെല്ലാം പെട്ടെന്ന് ഡൈജഷൻ ആവും. കുബൂലി മുസലം എന്നൊക്കെ പറയുമ്പോഴേ
ഇത് എന്ത് വില ഉണ്ട് ഔട്ട്ലെറ്റിലൊക്കെ എന്ത് വില വരുന്നുണ്ട് ഇത്? ഒരു പോർഷന് 270 അപ്പോൾ കുങ്കുമപ്പൂ ഈവെന്റിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം. അതായത് ഇവരുടെ ഔട്ട്ലെറ്റുകളിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ 270 രൂപയെ വരുന്നുള്ളൂ. പക്ഷേ നന്നായിട്ട് മീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പരിപ്പ്, നല്ല സ്മെല്ലുണ്ട്. ആ കുങ്കുമപ്പൂവിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്ന ആവി തന്നെ നമുക്ക് ആ കറക്റ്റ് ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതെനിക്കൊന്നും ഇത് കുറച്ച് ഹെവിയാണെന്ന് തോന്നുന്നല്ലേ കഴിച്ചു കഴിഞ്ഞാൽ മറ്റേതിനെ അപേക്ഷിച്ചിട്ട് പൊതുവെ ഹൈദരാബാദി ബിരിയാണി എല്ലാം കുറച്ച് ഹെവിയാണ്, പക്ഷെ അത്രയ്ക്ക് ഹെവി അല്ല. ഓക്കെ, ഇതിൽ ശരിക്കും അതിൽ നിന്ന് വ്യത്യസ്തം നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, പച്ചമുളകും മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഒരു ഡിഫറൻറ്റ് ഫീലാണ്. നമ്മൾ ഞാനിതുവരെ ടു ബി ഫ്രാങ്ക് ഇതുവരെ കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതുപോലത്തെ ഈ സ്പെഷ്യൽ ഐറ്റം കേരളത്തിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടില്ല. പുറത്ത് പല യാത്രകളിലും ഇതുപോലെ തോന്നിപ്പിക്കാവുന്ന പല ഭക്ഷണങ്ങളും കഴിച്ചിട്ടുണ്ട്. പുറത്ത് ഇൻ്റർനാഷണൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലും കഴിച്ചിട്ടുണ്ട്, ഹൈദരാബാദിൽ നിന്നായിട്ടും ബോംബെയിൽ നിന്നൊക്കെ ആയിട്ട്. പക്ഷേ കേരളത്തിലെ ഒരു മെനുവിലും ഞാനിത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ. നിങ്ങൾക്ക് വിശേഷപ്പെട്ട അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്ക് ബിരിയാണി കിട്ടും, പലതരത്തിലുള്ള ബിരിയാണി കിട്ടും. പക്ഷേ കുബൂലി മുസല്ലം എന്ന് പറയുന്നത് നമ്മൾ പ്രീമിയം ഐറ്റമാണ്. അത് നിങ്ങൾ ഏറ്റവും വിശേഷപ്പെട്ട അതിഥികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടും. കഴിച്ചോര് മറക്കൂല കേട്ടോ. നിങ്ങൾ ഇത് മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുബൂലി മുസല്ലം ബെസ്റ്റ്. അപ്പോൾ കുബൂലി മുസല്ലം കഴിക്കാൻ വരുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാലും സാധാരണ ബിരിയാണി കഴിക്കാൻ വരുന്ന മൂഡിലല്ല വരേണ്ടത്. കാരണം കുബൂലി മുസല്ലത്തിൻ്റെ എൻ്റയർ പാറ്റേൺ തന്നെ ഡിഫറെൻ്റ് ആണ്. രുചിയിലും നമുക്ക് കഴിക്കുമ്പോഴുള്ള ഫീലിലെല്ലാം ആ വ്യത്യാസം കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളത് കഴിച്ചത് ഞാൻ വീണ്ടും പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതൊരു പെയ്ഡ് പ്രൊമോഷനല്ല കേട്ടോ. എൻ്റെ വീടിന് അടുത്താണ്, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വരാം. ഇപ്പോൾ നോർമലി കുറേ കമൻറ്റുകൾ വരും, ആരിസ്ക്ക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന്. ഞാൻ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയും ഞാൻ ഇവിടുന്ന് എപ്പോഴും കഴിക്കുന്ന ഐറ്റമാണ്, വീട്ടിൽ മേടിക്കാറുണ്ട്. ഈ ഐറ്റംസൊക്കെ എല്ലാവരും ഇന്ന് സ്പെഷ്യലായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നതാണ്. ഓൾവേസ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി വീട്ടിൽ ഫേവറേറ്റ് ആണിത്, ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ആവശ്യത്തിനും വന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ യാത്രയിൽ ഈ വഴി കടന്നു പോകുമ്പോൾ മേടിക്കുക. എടുത്തു പറയട്ടെ, എന്താ പറയുക, ഇതൊരു ബിസിനസ് പർപ്പസ് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. എൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ച, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചി ഭേദങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളാണ്. ഞാൻ തായ്ലൻഡിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ ഭക്ഷണ വിഭവങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളത് കഴിക്കണമെങ്കിൽ അങ്ങോട്ട് വരണം. ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് മാളയിലായാലും അത്താണിക്കയിലായാലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിതൊക്കെ എൻജോയ് ചെയ്യുക. അൽമൈദയുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ, ക്യാരറ്റ് കുംസ്. ഞാൻ സൗദിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് സൗദിയിലൊക്കെ ഷവായ ഹൗസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ പലഹാരങ്ങൾ. പിന്നെ ചില തുർക്കിഷ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ തായ്ലൻഡിലെ തുർക്കിഷ് ഫുഡ് കഴിച്ചു കൊടുത്തൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് കുംസ് ഇതിന് എന്താ വില, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പറയൂ, കുറച്ച് അടുത്തുനിന്ന് പറയൂ. ഇതിനകത്തും ഈ പറഞ്ഞ പോലെ ആരോഗ്യകരമായ ഐറ്റംസ് മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാരറ്റ്, തേങ്ങ, നെയ്യ്, പഞ്ചസാര, ഏലക്കായ, ഇതാണ് എഗ്ഗ്. ഇത്ര ഐറ്റംസാണ് ഇതിൽ വരുന്നത്. അത് രണ്ട് സൈഡ് നെയ്യ് ഒഴിച്ച് മറിച്ച് തിരിച്ചൊക്കെ എടുത്ത് ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ വടക്കൻ കേരളത്തിലെ ഉൾഗ്രാമങ്ങളിലുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇതിവിടെ കൊണ്ടുവന്നത് നമ്മുടെ ഷെഫുമാരാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഈ സൗത്ത് ഭാഗത്തൊന്നും ഇത് കിട്ടാറില്ല. എറണാകുളത്തു നിന്നുള്ള കസ്റ്റമേഴ്സൊക്കെ ഇത് അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. അതാണ് മണം പിടിച്ചിട്ട് കൊതി സഹിക്കാൻ വയ്യ. ഒരു രക്ഷയില്ലാട്ടോ. ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ കളമശ്ശേരിൻ്റെ ഓഫീസിൽ പോരും, ഞാൻ പൈസ തരാം. അത്രയും ഗ്യാരണ്ടി കിട്ടും. ഒരു ചിരിക്കണം, ചിരിക്കണം. അത്രയും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ കഴിക്കണല്ലേ? നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കണമല്ലോ. നമ്മൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് വേണ്ടി പ്രത്യേകം നല്ല ഓർഡറുള്ള സാധനമാണത്. നമുക്ക് വേണ്ടി പ്രത്യേകം ഒരെണ്ണം മാറ്റി വെച്ചതാണത്. അപ്പോൾ ക്യാരറ്റ് കുംസും ഇതൊരു പീസിന് 20 രൂപ അല്ലേ? ഫുള്ള് ആയിട്ട് മേടിക്കുമ്പോഴും 150 രൂപ കൊടുത്താൽ പറ്റും. 150 രൂപയ്ക്കും ഒരു 500 രൂപയുടെ വർത്താണ് സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടൊക്കെ ചേർത്തിട്ടുണ്ടോ? ക്യാരറ്റ്, മുട്ട, പഞ്ചസാര, തേങ്ങ, നെയ്യ്. നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കഴിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് ഇനിയുണ്ട്. ഇതൊക്കെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാലും 1-2 ദിവസത്തെ എപ്പിസോഡുകൾ കൊണ്ട് മതിയാവില്ല. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസും ആണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ബൈ പറയും നമ്മുടെ